അദ്ദുനിയാ, ദുനിയാവെന്ന് പറയുന്നത് അതൊരു സ്വപ്നം പോലെയാ. അത് മനുഷ്യനെ ചതിക്കുന്നതാ, അത് മനുഷ്യനെ വഞ്ചിക്കുന്നതാ. ഒരുപാട് മോഹങ്ങൾ തരും പെങ്ങളെ, ഒരുപാട് ആഗ്രഹങ്ങൾ തരും സഹോദരാ. വീട് വെച്ചവന് വാഹനം വാങ്ങണമെന്ന് ആഗ്രഹമാ, വാഹനം വാങ്ങിയവന് വീട് വെക്കണമെന്ന് ആഗ്രഹമാ. വീട് വെച്ച് കഴിഞ്ഞവനോ അടുത്ത വീട് വേണമെന്ന് ആഗ്രഹമാ. അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ അവസാനിക്കാതെ അടുത്ത ആഗ്രഹങ്ങളിലേക്ക് ദുനിയാവ് നമ്മളെ കൊണ്ടുപോകുന്നതാ. ആ ദുനിയാവ് നമ്മളെ വഞ്ചിക്കുന്നതാ. അങ്ങനെ ദുനിയാവില് പടച്ചിറപ്പ് തന്ന ആയുസ്സിനെ കുറിച്ച് നമ്മളെല്ലാവരും മറന്നു പോകും. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, അന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ദുനിയാവിൽ ഉറങ്ങുന്നവരെ പോലെയാ. അവരെല്ലാവരും ഉറക്കത്തിലാ. അവർക്ക് ആഖിറത്തെ കുറിച്ച് ചിന്തയില്ല, അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ല. അവർക്ക് റജബ് വന്നാലെന്താ, അവർക്ക് ശഅബാൻ വന്നാലെന്താ, അവർക്ക് റമദാൻ വന്നാലെന്താ. അന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറക്കത്തിലാ. ഫൈദാ മാതൂ, ഫൈദാ മാതൂ, അങ്ങനെ മരണത്തിന്റെ വിളി വിളിക്കുമ്പോഴോ ഓരോ ശരീരങ്ങളും ഇന്നബഹു, ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയോ? ആ മരണം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് വരെ നമുക്ക് നമസ്കരിക്കണമെന്ന് തോന്നാറില്ല, നമുക്ക് ഖുർആൻ ഓതണമെന്ന് തോന്നാറില്ല, നമുക്ക് സ്വലാത്ത് ചൊല്ലണമെന്ന് തോന്നാറില്ല. ഫൈദാ മാതൂ, നിന്റെ അവസരം അവസാനിക്കുന്ന നേരത്ത് നിന്റെ ചാരത്തേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട്, പൊന്നുമോനെ, നിന്റെ കാലിന്റെ പെരുവിരൽ മുതൽ നിന്റെ ജീവൻ വലിച്ചൂരുന്ന നേരത്ത് ഇന്ത ബഹു, നിന്റെ കാലുകൾ ചലിപ്പിക്കാൻ നോക്കുകയാ, കഴിയുന്നില്ല. നിന്റെ കൈകൾ ചലിപ്പിക്കാൻ നോക്കുകയാ, കഴിയുന്നില്ല. അല്ലാഹുവേ, കൂടെ നിന്നവരെ കാണുന്നില്ല, ഒപ്പം കിടന്നവരെ കാണുന്നില്ല, ഓമനിച്ചവരെയും താലോലിച്ചവരെയും സപ്പോർട്ട് ചെയ്തവരെയും കാണുന്നില്ല. അല്ലാഹുവേ, എല്ലാവരും നിറകണ്ണുകളോടെ നിന്റെ മരണം കണ്ടുകൊണ്ടിരിക്കുകയാ. അരുമാകിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ മടങ്ങുന്നേ. എത്ര ജനാസകൾക്ക് മുകളിലാണ് അലമുറയിട്ട് കരഞ്ഞുപോയത്. ആരെങ്കിലും മടങ്ങി വന്നോ പെങ്ങളെ? ഒരു ശരീരം പോലെ ഒരു റൂമിനകത്ത് താമസിച്ചിരുന്ന എത്രയോ ഇണകളാണ് വേർപെട്ടു പോയത്. ആർക്കെങ്കിലും മടങ്ങി വരാൻ കഴിഞ്ഞോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടോ? അന്നാസു നിയാം, ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഉറക്കത്തിലാ. ഫൈദാ മാതൂ, നിങ്ങൾ മരണത്തോടടുക്കുമ്പോഴോ ഇന്ദബഹു, നിങ്ങൾക്ക് നമസ്കരിക്കണമെന്ന് തോന്നുന്നത്, വിവാദത്ത് ചെയ്യണമെന്ന് തോന്നുന്നത്, ആ പൊന്നുമോട് വാപ്പയോട് പറയുകയാ, വാപ്പാ, ഓരോ കബറാളിയും ആഗ്രഹിക്കുന്നത് ഒരു സെക്കൻഡെങ്കിലും പടച്ചവരെ ആ ദുനിയാവിലേക്കൊന്ന് മടക്കുമോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അള്ളാഹു അവസരം കൊടുക്കൂല. നമുക്ക് അവസരമുണ്ട്, പക്ഷെ നമുക്ക് ആഗ്രഹമില്ല. അതാ പ്രശ്നം. ഇനി ഈ ദുനിയാവിൽ കൊട്ടാരം നിർമ്മിച്ചു എന്ന് പറഞ്ഞാലും, ഈ ദുനിയാവിൽ എന്തൊക്കെ നിർമ്മിച്ചു എന്ന് പറഞ്ഞാലും, ആഖിറത്തിന് വേണ്ടി ചെയ്യാത്തതെല്ലാം പാഴാണ്. ആഖിറത്തിന് വേണ്ടി ചെയ്യാത്തതെല്ലാം പാഴാണ്. ആ പൊന്നുമോട് പറയുന്നത് കേട്ടില്ലേ? വാപ്പാ, ഇപ്പൊ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു നന്മ ചെയ്യാൻ ഭൂമിയിലേക്കുള്ളൊരു മടക്കമാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അല്ലാഹു അവസരം തരൂല്ല. ഇനിയില്ല, ഇനി ഒരിക്കലും ആ അവസരം ഉണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അങ്ങനെ അല്ലാഹു ഞങ്ങൾക്കൊരവസരം തന്നാൽ
ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. മോനെ, ആ ഖബറിൽ കഴിയുന്ന മനുഷ്യന് ഈ ദുനിയാവിലുള്ളത് മുഴുവനും കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം എന്തെന്നറിയോ? ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്നിട്ട് ഒരു തവണയെങ്കിലും സുബ്ഹാനല്ലാഹ് എന്നൊന്ന് അധികം പറഞ്ഞിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? ആ ഖബറിന്റെ ഉള്ളിൽ 33 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞവന് കൊടുക്കുന്ന ആ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് അവൻ അപ്പുറത്ത് നോക്കുമ്പോ 34 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞവൻ അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹം നോക്കുമ്പോ ഇവൻ ആഗ്രഹിക്കും, പടച്ചവനെ എനിക്ക് ഒരെണ്ണം കൂടി ഒന്ന് കൂടുതൽ പറയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നല്ലോ എന്ന്. 100 സ്വലാത്ത് ചൊല്ലിയവൻ 101 സ്വലാത്ത് ചൊല്ലിയവനെ കാണുമ്പോ ആഗ്രഹിച്ചു പോകും, പടച്ചവനെ ഒരു സ്വലാത്ത് കൂടി ഞാൻ മരിക്കുന്നതിന് മുമ്പ് ചൊല്ലിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതായിരുന്നു സഹാബത്തിന്റെ ചിന്ത. അവരെപ്പോഴും ഖബറിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. എന്തിനാണ് അവരങ്ങനെ ഓർക്കുന്നതെന്നറിയോ? അങ്ങനെ ഓർക്കുമ്പോഴാണ് അവർക്ക് തോനെ നന്മകൾ ചെയ്യാൻ കഴിയുന്നത്. നമ്മളെല്ലാവരും റമദാൻ ഒരു വെളിപ്പാടകരെ കാത്തു നിൽക്കുമ്പോ നമ്മളെല്ലാവരും പല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്, അല്ലെ? വീട് കഴുകിയവരുണ്ട്, മുസല്ലകൾ കഴുകി വിരിച്ചു ഉണക്കിയിട്ടവരുണ്ട്, നമസ്കാര കുപ്പായം കഴുകുന്ന വാർഷിക ദിവസമാണ്, സർവീസ് ചെയ്യുന്ന വാർഷിക ദിവസം. ഞാൻ ഇപ്പൊ പറഞ്ഞത് സത്യമാണോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ വലതുഭാഗത്തോട് നോക്കി അവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കും. അതിന്റെ അർത്ഥം ഇതാണ്, ഇന്ന് ഈ അടുത്ത ദിവസങ്ങളൊക്കെ അത് സർവീസ് ചെയ്യുന്ന ദിവസമാണ്. അതൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി കൊണ്ടുവന്ന് വയ്ക്കുന്നതിനാ റമദാൻ 1 എന്ന് മഞ്ഞപ്പാറ മുസ്ലിം ജമാഅത്തിൽ നിന്ന് ഉസ്താദ് അനൗൺസ് ചെയ്യുമ്പോ അൽഹംദുലില്ലാഹ് നല്ലൊരു മണമൊക്കെ ആയിട്ട് ആ നിസ്കാരം ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെ? പിന്നെ നല്ല 10 രൂപ കൊടുത്ത് നല്ലൊരു തസ്ബീഹ് മേടിച്ചിട്ടുണ്ട്, നല്ല കട്ടിയുള്ള കൗണ്ടർ വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാ? റമദാൻ ദിക്ർ ചെല്ലാൻ. എല്ലാ തയ്യാറെടുപ്പും നമ്മൾ നടത്തിയിട്ടുണ്ട്, വീടുകളൊക്കെ കഴുകിയിട്ടുണ്ട്, പരിസരങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതൊന്നും പാഴായ കാര്യമാണെന്നല്ല പറയുന്നത്. റമദാനിനെ ബഹുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതിന് വണ്ണമായ കൂലിയുണ്ട്. ഇതൊന്നും പുതിയ കാര്യമല്ല. നമ്മളെക്കാളും ഈമാൻ കടുത്ത, നമ്മളെക്കാളും നല്ല കട്ടിയായ ഈമാൻ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് കാണിച്ചു തന്നതല്ലേ. പക്ഷേ അത് മാത്രം മതിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മോനെ, അത് മാത്രം മതിയോ? വീട് കഴുകിയ മനസ്സ് കഴുകിയതാവോ? വീട് കഴുകാൻ നമുക്ക് സർഫുണ്ട്, നല്ല സോപ്പുണ്ട്, മണമുള്ള എന്തെല്ലാം ഉപയോഗിക്കാതൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെ കഴുകും? അതിന് പറ്റിയ മരുന്നെന്താ? നല്ല തസ്ബീഹുണ്ട്, അത് ചൊല്ലാൻ പറ്റും, 10 രൂപ കൊടുത്താൽ കിട്ടും, ആർക്കും കിട്ടും. പക്ഷേ അല്ലാഹു നോക്കുന്നത് നിന്റെ പടപട വെട്ടിത്തിളങ്ങുന്ന വസ്ത്രത്തിന്റെ വെണ്മയിലല്ലോ, നിന്റെ മുഖകാന്തിയിലേക്കല്ലോ. പിന്നെയോ അല്ല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. പരിശുദ്ധമായ റമദാൻ ഒരു വെളിപ്പാടകലെ കാത്തു നിൽക്കുമ്പോ അല്ലാഹു നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ നിന്റെ പരിസരങ്ങൾ വൃത്തിയാണ്, നിന്റെ ശരീരം വൃത്തിയാണ്, പക്ഷേ നിന്റെ ഹൃദയം വൃത്തിയായില്ലെങ്കിലോ? അതുകൊണ്ടാണ് സഹാബത്ത് മരണത്തെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു, ഖബറിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. ആ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന വേദനയും വിഷമവും ഉണ്ടല്ലോ, പ്രയാസമുണ്ടല്ലോ, നൊമ്പരമുണ്ടല്ലോ. അത് ഹൃദയത്തിലടിഞ്ഞുകൂടിയ പാപങ്ങളെ കഴുകിക്കളയുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം ഹൃദയത്തിന്റെ ഉള്ളു തുറന്ന് കേൾക്കേണ്ടതാ. ആരാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെന്നറിയോ? മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഭൂമി ലോകത്ത് സ്വർഗം കൊടുത്ത് അനുഗ്രഹിച്ച സ്വഹാബത്തില്ലയോ? സുമ്മരിളാ അന്നബി ബക്കരോ വാനോ മരീ وعن علي وعن عثمان ذي الكرم. മഹാന്മാരായ 10 സ്വഹാബാക്കളിൽ ഏറ്റവും പ്രമുഖനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നപ്പോ തന്നെ അബൂബക്കറും മഈ ഫിൽ ജന്ന. അബൂബക്കറേ, നാളെ സ്വർഗത്തിൽ എന്റെ കളിക്കൂട്ടുകാരൻ നീയാണല്ലോ. അങ്ങനെ സ്വർഗം കിട്ടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടല്ലേ മലക്കുകൾ പോലും പൊട്ടിക്കരഞ്ഞു പോയത്. അല്ലാഹുവേ, പല സന്ദർഭങ്ങളിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വിഷയത്തിൽ മലക്കുകൾ സ്തംഭിച്ചു പോയിട്ടുണ്ട്. ആരെ കുറിച്ചാ പെങ്ങളെ പറയുന്നത്? അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മലക്കുകളുണ്ടല്ലോ. അവര് സജ്ജനാണല്ലോ, അവര് ബലമുള്ളവരാണല്ലോ, അവര് കഴിവുള്ളവരാണല്ലോ, അവരെന്തിനും തോന്നവരാണല്ലോ. അങ്ങനെയുള്ള പടച്ചവന്റെ കോടിക്കണക്കിന് മലക്കുകള് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വിഷയത്തില് പല സന്ദർഭങ്ങളിലും സ്തംഭിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് എന്ത് പ്രതിഫലമാ കൊടുക്കേണ്ടത്? എന്താണ് റബ്ബേ എഴുതേണ്ടതെന്ന് പോലും മലക്കുകൾ സ്തംഭിച്ചു പോയില്ലേ? ആ സിദ്ദീഖ് തങ്ങളെ കുറിച്ചാ പറയുന്നത്. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പ്രിയപ്പെട്ട പ്രവാചകനോട് സലാം പറഞ്ഞ് തന്റെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. കണ്ണുനീര് തുള്ളികൾ ചാരിട്ടൊഴുകുകയാ. കവിൽ തടങ്ങളെ നനച്ചുകൊണ്ട് താടി നോവങ്ങളെ തലോടിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കണ്ണുനീരൊഴുകുമ്പോ അല്ലാഹുവേ, ഹൃദയം പൊട്ടുമാറ് വേദനയുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മടങ്ങുകയാ. ഇലാ ഹദറത്തി റസൂലില്ലാഹ്. മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന പ്രവാചകന്റെ സവിധത്തിലേക്ക് ഓടി വരികയാ. യാ റസൂലല്ലാഹ്, എനിക്ക് പോകാൻ കഴിയുന്നില്ല നബിയേ. എന്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയല്ലോ. യാ റസൂലല്ലാഹ്, എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞതെന്നറിയോ? കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഫ്ആലി കസീറു സാറ ത്വാഅതി ഖലീൽ. അല്ലാഹ്, ഞാൻ എന്തോരം തെറ്റ് ചെയ്തവനാ, എന്തോരം പാപം ചെയ്തവനാ. എന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. എന്റെ പാപങ്ങളൊന്നും പടച്ചറപ്പ് മാപ്പ് ചെയ്തിട്ടില്ല. പടച്ചവന്റെ കോടതിയിലേക്ക് അബൂബക്കർ കടന്നു വരുമ്പോ പടച്ചവനോട് ഞാനെന്ത് മറുപടിയാ പറയുകയാ എന്ന് ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ കഴിയാതെ, ഉറങ്ങാൻ കഴിയാതെ തന്റെ കബറിനെ കുറിച്ച് ഓർത്തുപോയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാ നമ്മൾ കബറിലേക്ക് ചെല്ലുക? സ്വർഗം കിട്ടിയ ഒരു മനുഷ്യന്റെ പൊട്ടിക്കരച്ചിലാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് ഉമ്മമാര് കിടന്നുറങ്ങുന്ന പള്ളിക്കാടിന്റെ സമീപത്ത്, ആയിരക്കണക്കിന് വാപ്പമാർ അന്തിയുറങ്ങുന്ന ഖബർസ്ഥാനിന്റെ സമീപത്ത് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ നമുക്ക് ഖബറിലേക്ക് പോകാൻ കഴിയുക? ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ ചോദിച്ചു എന്താണ് എപ്പോഴും ഇത് കണ്ട് വിലപിക്കുവാൻ സയ്യിദീ വിറ കൊണ്ട് നരകത്തെ ഓർത്ത്
കൊടുത്താൽ പോലുമില്ലത് തങ്ങളിൽ. ആരാണെന്നറിയോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉറക്കെ പറ മുഅ്മിനേ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഒരു കൂട്ടം ശത്രുക്കള് ശക്തന്മാരായി കടന്നു വന്ന ഒരിഞ്ച് പോലും പുറകോട്ട് പോകാതെ ശക്തമായി നേരിടാൻ കെൽപ്പുള്ള സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്നെങ്ങാനും ഒരു കബറ് കണ്ടുപോയാ, ഒരു കുഴിമാടം കണ്ടുപോയാ, ഒരു മനുഷ്യൻ കിടക്കുന്ന കബറ് കണ്ടുപോയാൽ അല്ലാഹുവേ ശരീരം വിറയ്ക്കുമായിരുന്നു, പൊട്ടിക്കരയുമായിരുന്നു, കണ്ണുനീർ തുള്ളികൾ ചാരിട്ടൊഴുകുമായിരുന്നു. ധീരനായ ഉസ്മാനെ, ആരോഗ്യമുള്ള ഉസ്മാനെ, എന്തിനാണ് അങ്ങ് കരയുന്നത്? ഒരു കൊച്ചുകുട്ടിയെ പോലെ വിറയ്ക്കുന്നതെന്താ? മഹാനായ ഉസ്മാൻ തങ്ങൾ പറയുമായിരുന്നു, മുഅ്മിനേ, നീ ആരാണെന്നതല്ല, നീ ഏത് കുടുംബത്തിൽ പെട്ടവനെന്നല്ല, ഈ ദുനിയാവിൽ നിന്റെ പുറകെ നടക്കാൻ അനുയായികൾ 1000 ഉണ്ടാകട്ടെ, നിന്നെ കണ്ടാൽ ബഹുമാനിക്കുന്നവർ 10,000 ഉണ്ടാവട്ടെ, ഒരു മഹല്ല് മുഴുവനും നിന്നെ കണ്ടാ പേടിക്കട്ടെ, നീ ആര് തന്നെ ആയാലും ശരിയാ, നിന്റെ മരണം നടന്നു കഴിഞ്ഞ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞോ പൊന്നുമോനെ, ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നീ ഭയപ്പെടേണ്ടതില്ല, പിന്നെ നീ പേടിക്കേണ്ടതില്ല. മഹാനായ ഉസ്മാൻ തങ്ങൾ പറയുകയോ, ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഖബറിനെ കുറിച്ച് ഓർത്തിട്ടോ. ഖബറ് കണ്ടു കഴിഞ്ഞാ പിന്നെ എനിക്ക് സഹിക്കാനാവില്ല, എന്റെ കണ്ണുനീർ തുള്ളികളെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാനിന്റെ പവിത്രമായ രാവുകളിലോ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന 1000കണക്കിന് മുഅ്മിനീങ്ങൾ അന്തിയുറങ്ങുന്ന പള്ളിക്കാട്ടിലേക്ക് നോക്കിയിട്ട് നിന്റെ കണ്ണ് നിറയുന്നില്ലയോ? അങ്ങനെ കരയുമ്പോഴാ, അങ്ങനെ ചിന്തിക്കുമ്പോഴാ നമ്മുടെ മനസ്സിന് അല്ലാഹു തആല നന്മ ചെയ്യാനുള്ള തോന്നലുകൾ തരിക. ആ ചിന്ത മറക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ എല്ലാ തെറ്റിലേക്കും പോകാൻ തുടങ്ങിയത്.